നമ്മൾ പറയുന്ന കാര്യം ഇന്നും ലോകത്തിൽ ലോകത്തിലെ ജനം സ്വീകരിക്കുന്ന കാര്യമല്ല ഇത്. അധമ പ്രവൃത്തി അത് നന്മ പ്രവൃത്തി എന്ന് തിരിച്ചറിയാൻ പറ്റേ. ഇവിടെ നിലവാരമില്ലാത്തത് മുഹമ്മദിനാണോ ജാമിദ ടീച്ചറിനാണോ? താങ്കൾ പറയൂ, മുഹമ്മദിനാണോ മുഹമ്മദ് ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾക്കാണോ ജാമിദ ടീച്ചർ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയാണോ നിലവാരമില്ലാത്തത്? പറയൂ. ജാമിദ ടീച്ചർ എന്തുകൊണ്ട് അതിൽ നിന്ന് പുറത്തു വന്നു കമന്റ് ചെയ്യാൻ പറ്റുമോ? നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞു. ചോദിച്ചതിന് കറക്റ്റ് ആയിട്ട് ഒരു ഉത്തരം പറ സെബാസ്റ്റ്യൻ. ഇല്ല, അത് ആരാണ് അങ്ങനെ പറഞ്ഞത്? എനിക്ക് അയാളുടെ പൊളിറ്റിക്സ് അറിയില്ല. ഏത് മനുഷ്യനാണ് അങ്ങനെ പറഞ്ഞത്? ജാമിദ ടീച്ചർക്ക് നിലവാരമില്ല അബ്ദെന്ന് പറഞ്ഞ ആളാണ് പറഞ്ഞത്. 1, 2, 3 മൂന്നാമത്തെ നിലയില് ഓഡിയൻസിൽ മൂന്നാമത്തെ നിലയിൽ ഇരിക്കുന്ന ആ ചുവന്ന ഒരു ചിഹ്നം ഇട്ടിട്ട് അബ്ദു എന്ന് പറഞ്ഞ ഒരാൾ, അയാളാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ മുഹമ്മദ് സംസാരിക്കുന്ന ആളാണല്ലോ പുള്ളിക്ക്. അത് പിന്നെ എങ്ങനെയാണ് ഇയാൾ ഇട്ടിരിക്കുന്നത്? ഇയാൾ വളരെ മാന്യമായിട്ടും വളരെ നന്നായിട്ടും സംസാരിക്കുന്നത്. മെഴുകുന്നുള്ളൂ. കത്തോലിക്കച്ച അത് വിട്ടല്ല, നമ്മൾ ചോദിച്ച ചോദ്യം അതല്ലല്ലോ. മുഹമ്മദിന്റെ നിലവാരമാണോ ജാമിദ ടീച്ചറിന്റെ നിലവാരമാണോ എന്നല്ല നമ്മൾ ചോദിച്ചത്. രണ്ട് കാലഘട്ടമല്ലേ ബ്രദറെ? കാലഘട്ടത്തിനെ കൂടെ കാലഘട്ടം വേറെ ആയാലും നമുക്ക് അളക്കാവല്ലോ, സ്റ്റിൽ അളക്കാവല്ലോ. അന്നത്തെ കാലഘട്ടമാണെങ്കിലും അതിനു മുമ്പ് ജീവിച്ചവർ അതിലും ബെറ്റർ ആയിട്ട് ജീവിച്ചിട്ടുണ്ടല്ലോ. ജാമിദ ടീച്ചർ ലീഡർ ഒന്നും അല്ലല്ലോ, കുറെ ആൾക്കാരെ കൂട്ടം ചേർന്ന്. ആയിക്കോട്ടെ ഏതൊരു വ്യക്തിയാണെങ്കിലും അവർക്കൊരു നിലവാരം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് അതല്ല സെബാസ്റ്റ്യൻ, ഞാൻ പറയുന്നത് ഒരു ലീഡർ ആണേലും അല്ലേലും ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവർക്കൊരു സ്റ്റാൻഡേർഡ്. ഇതിനകത്ത് ജാമിദ ടീച്ചർ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്നത്, മുഹമ്മദ് അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. പക്ഷെ ഈ സംഭവം മുഹമ്മദ് അതായത് ഈ ഖുറാനുള്ളിടത്തോളം കാലം, ഈ ഖുറാനിൽ വിശ്വസിക്കുന്നിടത്തോളം കാലം അന്നും ഇന്നും എന്നും മാതൃകയാണ്. മനസ്സിലായോ? അവരുടെ വിശ്വാസപ്രകാരം അങ്ങനെ ആരും അവര് പറയുന്നില്ല. അവർക്ക് ഇന്ന് മാതൃകയാണെന്നുണ്ടല്ലോ. ചാണിന് നിങ്ങളത് കേൾക്കാത്തിട്ടാ. നിങ്ങൾക്ക് വിളിപ്പിക്കുന്നുണ്ട്, നന്നായിട്ട് വിളിപ്പിക്കുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ലോകമാസകലമുള്ള ലോക അവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാതൃകാ പുരുഷോത്തമനാണ് പ്രവാചകൻ. എങ്ങനെ? ലതത്തബിഅന്ന ശിബ്റൻ ബിശിബ്രിൻ ദിറാഇൻ ബിദിറാഇൻ, മുഴത്തിനു മുഴമായും ചാണിന് ചാണായും. ജാമിദ ലോകത്തൊരാളുടെയും നേതാവല്ല, ഒരു മതത്തിന്റെയും സ്ഥാപകയുമല്ല, അള്ളാഹു ഇറക്കിയ ദൂതയുമല്ല. പ്രവാചകൻ അങ്ങനെയാണോ? അപ്പൊ നിങ്ങൾക്ക് പോലും പ്രവാചകൻ ആ കാലഘട്ടത്തിൽ ചെയ്ത മാതൃകാ വാണത്തരങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? നിങ്ങൾ പോലും അതിനെ അംഗീകരിക്കാൻ പറ്റാതെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പ്രവാചകൻ ആ കാലഘട്ടത്തിൽ ചെയ്തതൊന്നും ഇന്ന് മാതൃകയല്ല എന്ന് പറയേണ്ടുന്ന ഗതികേടിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുന്നത്. പ്രവാചകൻ ചെയ്തതൊക്കെ നിങ്ങൾക്ക് ന്യായീകരിക്കുന്നതിനും പെയിന്റ് അടിക്കുന്നതിനും ഒക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അതിനും പറ്റുന്നില്ല. നിങ്ങൾക്ക് ആ ലിമിറ്റുകളും കഴിഞ്ഞു പോയി. അപ്പൊ ആ പ്രവാചകൻ ആ കാലഘട്ടത്തിന്റെ മാത്രമല്ല ലോകം മുഴുവനുമുള്ള ജനതയ്ക്ക് ലോകാവസാനം വരെ മാതൃകയാകുന്ന പ്രവാചകൻ ചെയ്ത കാര്യങ്ങളാണോ ഈ പ്രവാചകൻ ചെയ്തതെല്ലാം? ചെയ്യാൻ പാടുള്ളതാണോ? ഈ പ്രവാചകനെ ഈ കാലഘട്ടത്തിൽ മാതൃകയാക്കിയാൽ ജയിലിൽ നിന്ന് പുറത്തു വരാൻ പറ്റുമോ? നമുക്ക് ജയിൽ ഇടിഞ്ഞാൽ പോലും പുറത്തു വരാൻ പറ്റുമോ? ഈ പ്രവാചകൻ ചെയ്ത കാര്യങ്ങളൊക്കെ സഹിഷ്ണുതയുണ്ടായിരുന്നു പ്രവാചകന്. സ്ത്രീകളെ കണ്ടാൽ ഉടനെ തന്നെ ലിംഗം ഉദ്ധരിക്കുന്ന ആളായിരുന്നില്ലേ പ്രവാചകൻ? ഇതൊന്നും നമ്മളാരും പറയുന്നതല്ല. ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും ഖുർആനിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നിന്നും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും പ്രവാചകന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ് പറയുന്നത്. താങ്കൾ ചോദിച്ചല്ലോ എന്തിനാണ് ഞാൻ മതം ഉപേക്ഷിച്ചതെന്ന്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. ഈ മതം ലോകത്തിന് ഒരു ഉപകാരവും ചെയ്യുന്ന മതമല്ല എന്ന് മാത്രമല്ല, മാനവികതയ്ക്ക് വിരുദ്ധമാണ്, ജനാധിപത്യത്തിന് വിരുദ്ധമാണ്, സ്ത്രീ വിരുദ്ധമാണ്, സർവോപരി മുഴുവൻ മനുഷ്യനും ഭീഷണിയാണ് ഈ ഗ്രന്ഥം. അന്യമത വിരോധങ്ങളും കൊള്ളയും കൊലയും ബലാത്കാരവും മനുഷ്യനെ എങ്ങനെയാണ് ചിത്രവധം ചെയ്യേണ്ടത് തുടങ്ങിയ ആശയങ്ങളാണ് ഈ ഗ്രന്ഥത്തിനകത്തുള്ളത്. അത് ശരിക്കും ഊളിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മതം ഉപേക്ഷിച്ചത്. അതല്ല, ഞാൻ മനസ്സിലാക്കിയതല്ല ശരി, ഞങ്ങളുടെ മതം ഭയങ്കരമായ മാനവികതയാണ്, നിങ്ങൾ ഈ പറയുന്ന വിമർശനങ്ങളിൽ നിന്നെല്ലാം എന്റെ പ്രവാചകൻ സുരക്ഷിതനാണ് എന്ന് സെബാസ്റ്റ്യൻ നിങ്ങൾക്ക് തെളിയിക്കാം. ഇല്ല, ഹ്യൂമാനിറ്റേറിയൻ പെർസ്പെക്റ്റീവ് അവർ സംസാരിക്കുന്നതായിട്ട് ചിലപ്പോൾ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
പക്ഷെ ഇതിങ്ങനെ നോക്കി കാണും. അതായത് ഇതിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് മൊത്തത്തിലൊന്ന് ഷിഫ്റ്റ് ചെയ്യാം. എങ്ങനെയാ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള ബന്ധം. അപ്പൊ അവിടെ ഈ പറഞ്ഞ സൃഷ്ടാവിന് സൃഷ്ടിയോട് എന്ത് ചെയ്യണം എന്നുള്ളത് അത് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. സൃഷ്ടാവിന് സൃഷ്ടി എന്തും ചെയ്യാൻ പറ്റും. അപ്പം ആ രീതിയിൽ നോക്കുമ്പം അതൊരു ശരിയായിരിക്കില്ല. അപ്പം നിങ്ങളുടെ റീഡിങ് മൊത്തം തെറ്റിപ്പോയതായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ലേ? എൻ്റെ പൊന്നു സുഹൃത്തെ, എന്ത് അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്. സൃഷ്ടാവും സൃഷ്ടിയുമല്ല, ഇവിടെ അടിമയും ഉടമയുമാണ്. 9-ാം അധ്യായം ഖുർആൻ 111-ാമത്തെ വചനം ഒന്ന് എടുക്കണം. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ഒരു അഞ്ഞൂറാനായിട്ടാണ് എന്ന് മനസ്സിലാക്കാം. അദ്ദേഹത്തിന് വേണ്ടി കൊല്ലണം, കൊല്ലപ്പെടണം, അതിന് പകരം അദ്ദേഹം സ്വർഗം തരുമെന്നാണ് ഖുർആൻ പറയുന്നത്. ഇതിനകത്ത് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. അതിനകത്ത് മനുഷ്യൻ എങ്ങനെയാകണം, എന്താകരുത് എന്ന് അള്ളാഹു നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് പിന്നെ ഫ്രീ വിൽ എവിടെ? ഇതിനകത്ത് സ്വർഗം, നരകം, പരലോകം, വിചാരണ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില സ്വകാര്യതകളുണ്ടല്ലോ, അതൊന്നും ഇതിനകത്തില്ലല്ലോ. അള്ളാഹു നേരത്തെ എഴുതി വെച്ചിരിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നത്. അതായത് അള്ളാഹു തീരുമാനിക്കാതെ ഒന്നും നിങ്ങൾ തീരുമാനിക്കുന്നില്ല എന്നാ ഖുർആൻ പറഞ്ഞത്. താങ്കൾ എന്തോ പറഞ്ഞു വരുന്നേ? അതൊരു ടൈം ഫ്രെയിമിനകത്താണല്ലോ ജാമിദ ടീച്ചർ. അതായത് വളരെ ചെറിയ സെക്കൻഡുകളിലേക്ക് നമ്മൾ ഇതിനെ ചുരുക്കി കൊണ്ടുവരുവാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ, പക്ഷെ ഒരു ഹോൾ പിക്ചർ, അതായത് ഒരു ബിഗ് പിക്ചറിലേക്ക് നോക്കുമ്പോൾ ഇത് ഓൾറെഡി അള്ളാഹുവിന് അറിയാമെന്ന സെൻസ് മാത്രമേ ഉള്ളൂ. അതായത് ഇത് നോൺ ടു ഹിം ആണ്. പക്ഷെ നമ്മൾ ആ സെക്കൻഡിലേക്ക് ചുരുങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള വില്ല് ഫ്രീ ആണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇടത്തേക്ക് ഒരു വഴി തിരിയണോ എന്ന ആ സെക്കൻഡിൽ എടുക്കുന്ന തീരുമാനം നിങ്ങളുടേതാണ്. വലത്തോട്ട് എടുക്കണം, അത് തീരുമാനം നിങ്ങളുടെ. പക്ഷെ ഈ അറിവ്, മുന്നറിവ് എന്നുള്ള സംഭവം ഉണ്ട്. അതിന്റെ കാരണം ദൈവം സമയത്തിന്റെ പരിധിയിൽ പെടുന്ന ഒന്നല്ലാത്തതാണ്. താങ്കൾ സംസാരിച്ചിട്ട് മ്യൂട്ട് ചെയ്തതാണോ? അതെ 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 അതെ. ശരി, താങ്കളുടെ കയ്യിൽ ഖുർആൻ ഉണ്ടെങ്കിൽ എടുത്തോളൂ. 76-ാം അധ്യായം 30-ാമത്തെ വചനം. അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല. വമാ തശഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അള്ളാഹു പറയാ, ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ. അതായത് ഞാൻ മുർത്തദാകണം, ഇസ്ലാമിനെ വിമർശിക്കണം, ദാ ഇങ്ങനെ ഈ സമയത്ത് ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് അള്ളാഹുവിനെ ക്രിട്ടിസൈസ് ചെയ്യണം എന്നത് നിങ്ങളുടെ വിശ്വാസ പ്രകാരമാണെങ്കിൽ നേരത്തെ അള്ളാഹു തീരുമാനിച്ചു വെച്ചിരിക്കുന്ന സംഗതിയാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനും, അള്ളാഹു ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ. അലീമൻ എല്ലാം അറിയുന്നവനാണ്, ഹക്കീമൻ യുക്തിമാനുമാണെന്ന് അള്ളാഹു പറയുന്നത്. ഇനി ഒരു വചനവും കൂടി തരാം. വമാ തശഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. 81-29 എൻ്റെ ഓർമ്മ. ലോകരക്ഷിതാവായിട്ടുള്ള അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല. ഒരു ടൈമിലേക്ക് ചുരുങ്ങുന്നു എന്നൊക്കെ താങ്കൾ മോഡിഫൈ ചെയ്ത് സൃഷ്ടാവിൻ്റെ വചനം സൃഷ്ടാവിനെ സൃഷ്ടികൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഇറക്കാൻ പറ്റാത്തത് കൊണ്ട് സൃഷ്ടികൾ തോന്നുന്നത് പോലെ ന്യായീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു രൂപത്തിലാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. ഈ 2 വചനവും താങ്കളൊന്ന് വായിച്ചിട്ട് പറഞ്ഞു തരൂ. തെറ്റിയെങ്കിൽ തിരുത്താമെന്ന്. 76-ൽ 30-ഉം 81-ന്റെ 29 എന്നാണ് എൻ്റെ ഓർമ്മ. അല്ല, അതിൽ ഉദ്ദേശിച്ചാലല്ലാതെ എന്ന് പറയുന്നത് ഒരു ഇച്ചിരി പ്രോബ്ലമാറ്റിക് ആണ്. ഞാനത് അതിനെ അങ്ങനെ വീക്ഷിച്ചില്ല. ഉദ്ദേശിക്കുക, ഇന്റന്റ് ചെയ്യുക എന്നുള്ളത് അല്ലേ, അത് പണിയാണല്ലോ. എന്നാലും ഞാനതൊന്ന് റീഡ് ചെയ്യട്ടെ. അതിനകത്ത് അറബി പോകുമ്പോൾ നമുക്ക് വേറെ വല്ല വാക്കർത്ഥം കിട്ടാൻ വഴിയുണ്ടോ? ഒന്നുകൂടെ പറയാമോ? ഇല്ല. തശഊന നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല, ഇല്ല അല്ലാതെ, അൻ ആണെന്ന്, യശാ അല്ലാഹു ഉദ്ദേശിച്ചാൽ, ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു കാന ആയിരുന്നു, അലീമൻ അറിവുള്ളവൻ, ഹക്കീമൻ യുക്തിമാൻ. അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല.
അതിനകത്ത് വേറെ അർത്ഥമൊന്നുമില്ല. അപ്പോൾ പിന്നെ സെബാസ്റ്റി ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ ഏതെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഏതെങ്കിലും ഒരു ആനുകാലിക പ്രസിദ്ധീകരണം വായിച്ചു അതല്ലെങ്കിൽ ഒരാളുടെ പ്രസംഗം കേട്ടു അതിനകത്ത് ആകൃഷ്ടയായിട്ട് മതം ഉപേക്ഷിച്ച ആളല്ല. അറബിക് കോളേജുകളിൽ നിന്ന് ഇന്ന് ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന സംവാദകന്മാരായിട്ടുള്ള പ്രഗത്ഭ പണ്ഡിതന്മാരുടെ അവരുടെ ശിക്ഷണത്തിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി അന്ന് പഠിക്കുന്ന കാലത്തും പ്രസംഗിക്കുന്ന ആളായിരുന്നു ഞാൻ. പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലും സംവാദത്തിന് പോകുന്ന ആളായിരുന്നു ഞാൻ. പഠിച്ചു മനസ്സിലാക്കി ഖുർആൻ പഠിക്കുക മാത്രമല്ല എൻ്റെ ജീവിതം മുഴുവനും ഇസ്ലാമിന് വേണ്ടി വഖഫ് ചെയ്ത് കൊടുത്തിരുന്ന ആളാ ഞാൻ. അങ്ങനെ ജീവിതത്തിൽ ഉറങ്ങാതെ ഉണ്ണാതെ വിശ്രമിക്കാതെ ഖുർആൻ ക്ലാസ്സുകൾ എടുത്ത് ഇസ്ലാമിനെ സ്പ്രെഡ് ചെയ്യിപ്പിക്കേണ്ടത് എങ്ങനെ, കുട്ടികളെ മാത്രമല്ല, നഴ്സറികള്, ലൈബ്രറികള്, വീടുകള്, ഇതൊക്കെ കേന്ദ്രീകരിച്ച് ഒരുപാട് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ, അതായത് ചെറിയ പ്രായത്തിൽ ഖുർആനും ഹദീസും പഠിക്കാൻ അവസരം കിട്ടാത്ത ആളുകളെ പഠിപ്പിച്ച് റമളാനിൽ 30 ദിവസവും ഉറക്കമില്ലാതെ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഖുർആൻ പഠിപ്പിച്ച് ഹദീസുകൾ പഠിപ്പിച്ച് 8:30 മുതൽ 10:30 മണി വരെ ഒരിടത്ത് തറാവി നമസ്കരിക്കും, 10:30 മണി മുതൽ 12 മണി വരെ മറ്റൊരിടത്ത് തറാവി നമസ്കരിക്കും. അങ്ങനെ അവരെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ജീവിതം മുഴുവനും അഹോരാത്രം അശാന്തം പരിശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് ഈ ഇസ്ലാം ഉപേക്ഷിച്ച് ഇന്ന് ഈ വിമർശനത്തിന്റെ മാർഗത്തിൽ വന്നിരിക്കണമെങ്കിൽ വെറുതെ അല്ല എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. ഇപ്പൊ സെബാസ്റ്റിയോട് മാത്രമല്ല ആരോടാണെങ്കിലും ശരി, ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് യാതൊരു പ്രീക്യൂഷൻസും ഇല്ല. ഇങ്ങനെ തന്നെ ആയിരിക്കണം, അങ്ങനെ തന്നെ ആയിരിക്കണം, ഈ വിമർശന മാർഗത്തിൽ തന്നെ എനിക്ക് മുന്നോട്ട് പോകണം. യാതൊരു മുൻധാരണയോ ഒരു മുൻവിധിയോ എനിക്കില്ല. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാനത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സന്നദ്ധയാണ്. ജാമിദ, നിനക്ക് ഇന്ന തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, നീ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് ശരിയായ അർത്ഥം എന്ന് ഖുർആൻ വെച്ചിട്ട് മനസ്സിലാക്കി തന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന അന്നു മുതൽ ഇസ്ലാമിനു വേണ്ടി വീണ്ടും വാദിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ എനിക്ക് ബോധ്യപ്പെടണം ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഖുർആനിൽ ഇതില്ല, ഹദീസുകളിൽ ഇതില്ല, അർത്ഥം ഇതല്ല, ആശയം ഇതല്ല എന്നെനിക്ക് മനസ്സിലാകുന്ന ആ നിമിഷം ഞാനിത് ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഇന്ന് ഞാൻ എൻ്റെ ബോധ്യത്തിനാണ് സുഹൃത്തെ, ഞാൻ ഒരിക്കലും എൻ്റെ മനസാക്ഷിയെ വഞ്ചിക്കില്ല. ഞാൻ ആ മേഖലയിൽ തന്നെ നിന്നിരുന്നെങ്കിൽ എനിക്കൊന്നും അല്ലെങ്കിൽ നിർഭയത്വം കിട്ടുമായിരുന്നു. എനിക്ക് യാത്രാ സ്വാതന്ത്ര്യമില്ല, എൻ്റെ മക്കൾക്ക് സുരക്ഷിതത്വമില്ല, എൻ്റെ കുടുംബം ഇന്ന് എൻ്റെ കൂടെയില്ല. കുടുംബം എന്ന് പറഞ്ഞാൽ ഇക്കൗണ്ട് മക്കളുണ്ട്, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ സ്നേഹിച്ചിരുന്ന എൻ്റെ സഹോദരന്മാർ ഇന്ന് എൻ്റെ കൂടെയില്ല. 25 വയസ്സുള്ള സമയത്ത് പോലും എനിക്ക് നഖം വെട്ടിത്തന്ന് എന്നെ തലമുടിയൊക്കെ എണ്ണ തേച്ച് എനിക്ക് എല്ലാം ചെയ്തു തന്നിരുന്ന, എന്നെ കണ്ണിലുണ്ണിയായിട്ട് നോക്കി അവരുടെ 13ാമത്തെ സഹോദരിയാണ് ഞാൻ. എനിക്ക് എത്ര വലിയ നഷ്ടങ്ങളാണ് സംഭവിച്ചതെന്നറിയാമോ? അവരെയൊക്കെ കണ്ടിട്ട് തന്നെ 10 വർഷത്തിലധികമായിരിക്കുന്നു. ഒരുപാട് നഷ്ടങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ. വെറുതെ മതം ഉപേക്ഷിച്ചതല്ല, ആരോടെങ്കിലുമുള്ള വൈരാഗ്യം കൊണ്ട് മതം വിമർശിക്കുന്നതുമല്ല. ഈ സത്യം എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതമാണ് മാറ്റിവെച്ചത്. അതോടെ എനിക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നറിയാമോ? അതുകൊണ്ട് ഇങ്ങനെ തന്നെ നിലനിൽക്കണം എന്നെനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. പക്ഷെ മനസാക്ഷിയെ വഞ്ചിക്കില്ല, നുണ പറയില്ല. ഒന്നിനു വേണ്ടിയും ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും വഞ്ചന പ്രവർത്തിക്കില്ല. നിങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നാൽ ഞാൻ മാറാൻ തയ്യാറാണ്. ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് എനിക്ക് നിങ്ങൾ ബോധ്യപ്പെടുത്തി തരണം, അത്രേ വേണ്ടൂ. സ്ട്രോങ് കൺവിക്ഷൻ ആണ്. കാരണം നിങ്ങളുടെ ആ ലൈഫ് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, സത്യസന്ധത പുലർത്തുന്നതായിട്ട് തോന്നുന്നു. പക്ഷെ ഈ ആർഗ്യുമെന്റ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ സൃഷ്ടാവ് അനിവാര്യമാണ് എന്നുള്ളൊരു തിയറിയിലേക്കാണ് പോകുന്നത്. അതിന് കലാം കോസ്മോളജിക്ക് ആർഗ്യുമെന്റ് ഉണ്ട്, സിലോജിസം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഒക്കെ ഇത് ഫിലോസഫിയുടെ പെർസ്പെക്റ്റീവ് വരുന്നതാണ്. അങ്ങനെ വരുമ്പം നമുക്ക് സകലത്തിനും ഒരു തുടക്കമുണ്ട് എന്ന വാദം വന്നാൽ, തുടക്കം സൃഷ്ടിച്ച ഒരു ദൈവം വരും. ആ ദൈവത്തിന്റെ മെസ്സേജ് പൂർണ്ണമായും സ്വീകരിച്ച ഒരു പ്രൊഫറ്റ് എന്ന നിലയ്ക്ക് നമുക്ക് ഒരു പ്രോബബിലിറ്റി നോക്കിയാൽ, ഒരു പ്രവാചകന്റെ പ്രോബബിലിറ്റി നോക്കിയാൽ ഒരു 98% ഫിറ്റ് ആവുന്നത് മുഹമ്മദ് നബിക്കാണ്. അപ്പൊ പ്രൊഫസി കൃത്യമായി കൺവേ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മെത്തഡോളജി, അല്ലാതെ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കുക എന്ന പരിപാടി അത് പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് കുറേയേറെ ആൾക്കാർ കേട്ടതായി നമുക്ക് അറിയാൻ പറ്റും. അതിന്റെ ഒരു ക്രെഡിബിൾ സോഴ്സ് നിലനിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ ഫിലോസഫിക്കൽ ആർഗ്യുമെന്റും സയൻസിന്റെ ഒക്കെ ഒരു ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫിലോസഫിയാണ്. നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുന്ന ഒരുത്താണല്ലോ.
അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഏകദൈവം ഉണ്ടെന്നും ഏകദൈവവാദത്തിന് അള്ളാഹു അല്ലാതെ വേറൊരു ദൈവത്തിന് പ്രസക്തി ഇല്ലെന്നും അദ്ദേഹത്തിന്റെ പ്രവാചകനായി മുഹമ്മദ് നബി ഉണ്ടെന്നും മുഹമ്മദ് നബിയാണ് ഈ എല്ലാ പ്രൊഫറ്റുകളിലും പ്രോബബിലിറ്റി ഹൈ നിൽക്കുന്നതെന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മതത്തിന്റെ കാര്യങ്ങൾ പൂർണ്ണമായി എടുക്കേണ്ടി വരില്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മൾ ഹ്യൂമാനിറ്റേറിയൻ പെർസ്പെക്റ്റീവ്, പിന്നെ അതില് പിന്നെ മറ്റുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ നോക്കി ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ടോ? ഞാൻ പറഞ്ഞ വസ്തുതകളിൽ നിന്നും താങ്കൾ തെന്നി മാറി വേറെ ഒരു ഡയറക്ഷനിലേക്കാണ് നമ്മുടെ ചർച്ചയെ കൊണ്ടുപോകുന്നത്. താങ്കൾ പറഞ്ഞത് അള്ളാഹു ഉദ്ദേശിച്ചാൽ, അപ്പം ഞാൻ ആ 2 വചനങ്ങൾ എടുത്ത് തന്നിട്ടാണ്, മൂന്നാമതൊരു വചനവും കൂടി തന്നു, 9-ാം അധ്യായത്തിൻ്റെ 111-ാമത്തെ വചനവും കൂടി തന്നിട്ടാണ്. ഇപ്പം ഇതിനകത്ത് നിങ്ങൾ ഏത് രൂപത്തിലുള്ള ഫിലോസഫിയോ അതല്ലെങ്കിൽ കുറേ സയൻസിനെയോ ഇതിനകത്തേക്ക് വലിച്ചിഴച്ചാലും ശരി, ഈ ഗ്രന്ഥം ഫേക്കാണ്. ഇത് ഡാർക്ക് ഏജ് ആണ് എന്ന് മനസ്സിലാക്കാം. ഒരു പക്ഷേ നിങ്ങൾ വിശ്വസിച്ചിരുന്നത് പോലെ ഒരു കാലത്ത് ഇത് മാത്രമാണ് ശരി എന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ഞാനും. അന്ന് ഇസ്ലാം മാത്രമാണ് ശരി, ഒരു ഏകദൈവത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഒരുപാട് പാടുപെട്ടിരുന്ന ആളാണ്. ആ ഏകദൈവം എന്നത് മിഥ്യയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് അള്ളാഹു തന്നെ ഒരുപാട് സൃഷ്ടാക്കളെ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയത് കൊണ്ടാണ്. അത് വേറെ വിഷയമായതുകൊണ്ട് നമ്മൾ പല രൂപത്തിലേക്കും സ്പ്ലിറ്റായി പോകും. ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന ആ വിഷയത്തിൽ നിന്നിട്ട് താങ്കൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞോ. ഞാൻ 1 മണി വരെ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെബാസ്റ്റ്യൻ, എനിക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പം കത്തോലിക്ക ചായനൊക്കെ ഉണ്ട്, അവർ സംസാരിച്ചോളും, കുഴപ്പമില്ല. അതായത് ഞാൻ പറഞ്ഞ ആ 3 വചനങ്ങൾ, ഇന്ന് ഞാൻ മുർത്തദായിരിക്കുന്നതും സെബാസ്റ്റ്യ വിശ്വാസിയായിരിക്കുന്നതും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. ഇസ്ലാം ഇന്ന് വിമർശിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. സെബാസ്റ്റ്യ വിശ്വാസിയല്ല, സെബാസ്റ്റ്യ വിശ്വസിക്കണോ വേണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളാ. എന്നിട്ട് ഞാനത് നോക്കാം. അല്ലാഹു ഉദ്ദേശിച്ചാൽ അല്ലാതെ മനുഷ്യർക്കൊന്നും ഉദ്ദേശിക്കാൻ കഴിയില്ല, അതല്ലേ പറഞ്ഞത്? അതെ, ഞാൻ 3 ഇൻഡെക്സും തന്നിട്ടുണ്ടായിരുന്നു. അല്ല, ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള സെന്റൻസ് ആണ്, ഞാനത് പരിശോധിക്കാം. താങ്ക് യു.